ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ച് കാലമായിട്ട് ഫോക്സ്വാഗൻ ഇന്ത്യയിൽ വലിയ അനൗൺസ്മെൻറ്റോ ആക്ടിവിറ്റീസോ ഒന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അവർ 2021 ടൈഗൺ ഇറക്കി, അത് കഴിഞ്ഞ് പിന്നെ വെർട്ടസ് ഇറക്കി 2022. പക്ഷേ ഇതാണ് ഫോക്സ്വാഗൻ ലാസ്റ്റായിട്ട് ഇറക്കിയ 2 വാഹനങ്ങൾ. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ടൈഗണിൻ്റെയും വെർട്ടസിൻ്റെ ഓണം എഡിഷൻ, ക്രിസ്മസ് എഡിഷൻ, വെക്കേഷൻ എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ വന്നു. അതിപ്പോൾ ജസ്റ്റ് അവർ ആ ഒരു ഡീലർ എൻഗേജ്മെൻ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഇനിയിപ്പോൾ മേജർ 2 ലോഞ്ചസ് വരാൻ പോകുന്നത് ഈ വർഷമാണ്. അതും മാസ് മാർക്കറ്റ് ലോഞ്ചസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 2 വാഹനങ്ങളും CB വഴി, അതായത് കംപ്ലീറ്റ്ലി ബിൽഡപ്പ് എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതിലൊരു വാഹനമാണ് നമ്മുടെ ടിഗ്വാൻ R-Line. ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഇതിന് മുന്നത്തെ ജനറേഷൻ ടിഗ്വാൻ്റെ പ്രൊഡക്ഷൻ അവർ കുറച്ച് കാലം മുന്നേ നിർത്തിയായിരുന്നു. പ്രൊഡക്ഷൻ ഇൻ ദ സെൻസ് അത് അവരിങ്ങോട്ട് അസംബിൾ ചെയ്യുന്നത് നിർത്തിയായിരുന്നു. അതിന് പകരമാണ് ഇനി ഈ പുതിയ വാഹനം വരാൻ പോകുന്നത്. ആൻഡ് ഈ വണ്ടിയുടെ ഒരുപാട് സ്പെക്സ് ഒക്കെ അവരിപ്പോൾ ലോഞ്ചിന് മുന്നേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 2025 ഏപ്രിൽ 14 ഈ വാഹനത്തിന് ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. പ്രൈസൊക്കെ നമുക്ക് അപ്പോൾ അറിയാൻ പറ്റും. പക്ഷേ അതിന് മുന്നേ ഇവർ ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡിസൈനിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് ഫോക്സ്വാഗൻ ഒഫീഷ്യലി അവരുടെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന ഇമേജസ് ആണ്. ഓക്കെ, സോ ബേസിക്കലി ഫ്രണ്ട് ഡിസൈനൊക്കെ നമുക്ക് ഏകദേശം പുറത്ത് വരുന്ന വണ്ടികളൊക്കെ തന്നെയാണ് കിട്ടുന്നത്. CBU ആയതുകൊണ്ട് തന്നെ ഡിസൈൻ്റെ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസമില്ല. LED സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടോപ്പ് പോർഷനിൽ DRLs വരുന്നുണ്ട്. താഴത്തെ പോർഷനിൽ കുറച്ച് എയറോഡൈനാമിക് ആയിട്ടുള്ള ബിറ്റ്സും സ്പോർട്ടി ആയിട്ടുള്ള എലമെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. വലിയൊരു എയർ ഡാം നമുക്ക് താഴത്തെ പോർഷനായിട്ട് കാണാം. പിന്നെ ഗ്രില്ലിൻ്റെ അകത്ത് R എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ടോപ്പ് പോർഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ VW വേർഷൻ അല്ല. R-Line എന്ന് പറയുമ്പം നമ്മളിപ്പം മെർസിഡീസിൻ്റെ AMG ലൈൻ അല്ലെങ്കിൽ BMW M Sport എന്നൊക്കെ പറയില്ല, ഏകദേശം അതുപോലത്തെ ഒരു ട്രിമ്മാണ്. പക്ഷെ നമുക്ക് എന്നാൽ ആവശ്യത്തിനുള്ള ഒരു കോസ്മെറ്റിക് ബിറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഗോ ഫാസ്റ്റർ ബിറ്റ്സ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലും പറയാൻ പറ്റുന്നത്. ഇതിന് മുന്നത്തെ ടിഗ്വാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഡയമെൻഷൻസിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് 4560 മില്ലിമീറ്റേഴ്സിനടുത്താണ് ലെങ്ത് കിട്ടുന്നത്. അത്യാവശ്യം നല്ല നീളമുണ്ട്. 1859 മില്ലിമീറ്റേഴ്സിൻ്റെ വിട്ടും വരുന്നുണ്ട്. സോ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വാഹനമാണ്. ഏകദേശം നമ്മുടെ ഹാരിയറിൻ്റെ അത്രയൊക്കെ തന്നെ സൈസ് ഉണ്ടെന്ന് പറയും. ഓർ മേ ബി ചില ആസ്പെക്ട്സിൽ അതിനേക്കാൾ കുറച്ചും കൂടെ സൈസ് ഉണ്ട് എന്നും വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ ബാക്കി നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ക്രോമാണ്. നമുക്ക് വിൻഡോ ലൈനിൻ്റെ ചുറ്റും ക്രോം വരുന്നുണ്ട്. അതുപോലെ സൈഡിലും ഒരു R-ൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ത്രൂ ഔട്ട് ബോഡി ക്ലാഡിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ഡോറിൻ്റെ താഴത്ത് വരുന്ന വലിയ ക്ലാഡിംഗ് ഒന്നുമില്ല, വീലാർച്ച് ക്ലാഡിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ റൂഫ് റെയിൽസ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ നമുക്ക് ഈ വാഹനത്തിൽ R-Line ആയതുകൊണ്ട് തന്നെ 19 ഇഞ്ച് അലോയ് വീൽസാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ വലിയ കുഴപ്പമില്ലാത്ത വീൽസാണ്. ഏകദേശം ഒരു എന്താ പറയുന്നത്, ഡയമണ്ട് കട്ട് ആണെങ്കിലും ഒരു ഫ്ലവർ പോലത്തെ ഒരു ഡിസൈൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ സൈസ് അത്ര ഉള്ളത് ഈ വാഹനത്തിൻ്റെ ആ ഒരു സ്പെസിഫിക് ട്രിം അങ്ങനെ ആയതുകൊണ്ടാണ്. നമുക്കിതിന് മുന്നേ ഉണ്ടായിരുന്ന ടിഗ്വാനിൽ 18 ഇഞ്ച് വരെ ഉണ്ടായിരുന്നുള്ളൂ, 19 ഇഞ്ച് ഇല്ലായിരുന്നു. ഇനി ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ നോക്കാനാണെങ്കിൽ ഇവിടെയും നമുക്ക് ആ ഒരു പുതിയ ജനറേഷൻ ടിഗ്വാൻ്റെ ഡിസൈൻ തന്നെയാണ് കിട്ടുന്നത്. അവർ ശരിക്കും ഇത്രയും കാലം നമുക്ക് നോർമൽ ടിഗ്വാനാണ് തന്നുകൊണ്ടിരുന്നത്, അതിൻ്റെ ടോപ്പ് ആൻഡ് വേർഷൻ. പക്ഷേ അതേസമയം ഇതിലോട്ട് വരുമ്പോഴേക്കും R-Line ആയതുകൊണ്ട് കുറച്ചൊക്കെ കസ്റ്റം ബിറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. എഗെയിൻ നമുക്കൊരു സ്പോർട്ടി ലുക്കാണ് ബാക്കിൽ കിട്ടുന്നത്. ടൈലൈറ്റ്സ് ഒക്കെ 3D പ്രൊജക്റ്റഡ് ടൈലൈറ്റ്സ് എന്നാണ് ഫോക്സ്വാഗൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. LED ടൈലൈറ്റ്സ് തന്നെയാണ്. പിന്നെ നടുവിൽ ടിഗ്വാൻ്റെ ബാഡ്ജിങ് ഒക്കെ വരുന്നുണ്ട്. ടൈലൈറ്റ്സ് കണക്റ്റഡ് ആണ്. ഫ്രണ്ടിലും ലൈറ്റ്സ് കണക്റ്റഡ് അല്ല എങ്കിലും ഒരു ചെറിയ ക്രോം എലമെൻ്റ് ഒക്കെ വെച്ച് ഒരു കണക്റ്റഡ് ലൈറ്റ്സ് പോലെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ താഴത്തോട്ട് വരുമ്പോഴേക്കും ഒരു ക്രോം എലമെൻറ്റ് നമുക്ക് ഇവിടെയും കാണാം. പിന്നെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിനാൻഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ മൊത്തത്തിൽ ഡിസൈൻ വൈസ് അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാം. ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് പുറത്തുള്ള ജനറേഷനാണ് അവർ തരുന്നത്. അല്ലാതെ നമുക്കൊരു ജനറേഷൻ പഴയ വണ്ടിയൊന്നുമല്ല തരുന്നത്. ഓർ അവിടെ എന്താ പറയുന്നത്, ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് പുറത്ത് വന്നു, ഇവിടെ നമുക്ക് പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടി തരാം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സെയിം പുറത്ത് എന്താണോ ഉള്ളത് അത് തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടാൻ പോകുന്നത്. ഇനി ഇൻറ്റീരിയറിൻ്റെ അവർ കുറച്ച് ടീസ് ചെയ്തിരിക്കുന്ന ഇമേജസ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ ഒരു സംഭവമാണ് നമ്മുടെ ഇൻഫോടൈം സിസ്റ്റം. 12.9 ഇഞ്ച് പുതിയ ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. ഇത്രയും കാലം 8 ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ടിഗ്വാനിൽ. അത് പഴയ ജനറേഷൻ ആയതുകൊണ്ടാണ്. ഇതിനകത്ത് പക്ഷേ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ, പിന്നെ ഇവരുടെ പുതിയ ലേറ്റസ്റ്റ് UI തുടങ്ങിയ എല്ലാ സംഭവങ്ങളും കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാനാണെങ്കിൽ ഫിസിക്കൽ ബട്ടൺസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. എല്ലാം തന്നെ ടച്ച് ബേസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു സെൻട്രലിലുള്ള ട്രിമ്മാണ്. ഇതിനകത്ത് നമുക്ക് ഡ്രൈവ് മോഡ്സ് ഒക്കെ സെലക്ട് ചെയ്യാം. സ്പോർട്ട്, നോർമൽ, പിന്നെ ഇക്കോ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചും ഈ ഒരു പാനലായിട്ടാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് 2 ഫോൺസ് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു പാനലും അവർ കൊടുത്തിട്ടുണ്ട്. സോ അതും ഒരു അഡീഷണൽ ഫീച്ചറാണ്. ഇനി ഇവർ വീണ്ടും ടീസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സീറ്റ്സ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് സ്പോർട്ടി സീറ്റ്സ് ആണ് കിട്ടുന്നത്. ബക്കറ്റ് സീറ്റ്സ് ആണ്. ഒരു R-ൻ്റെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹെഡ് റെസ്റ്റ് ഒക്കെ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാം. ആ ഒരു അൽക്കണ്ടാറ ഫിനിഷ് പോലത്തെ ചെറിയ മെറ്റീരിയൽസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പുറത്തെ ഫിനിഷെല്ലാം തന്നെ നമുക്ക് ഒരു ലെതർ മെറ്റീരിയൽസിലാണ് വരുന്നത്. എന്തായാലും നോർമൽ ടിഗ്വാൻ ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ അകത്ത് സാധാരണ സീറ്റ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ ഈ സ്പോർട്സ് സീറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഫോക്സ്വാഗൻ ടീസ് ചെയ്തതിൽ ആ ചെറിയ പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശരിക്കും ഈ വാഹനത്തിൻ്റെ സീറ്റ്സ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള വളരെ കംഫർട്ട്
കംഫർട്ടബിൾ ഇൻ ദ സെൻസ് സ്പോർട്ടി ആയിട്ടുള്ളൊരു സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയും. അതായത് നമ്മളിപ്പോൾ കോർണേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കാവുന്ന രീതിയിൽ നല്ല ബോൾസ്റ്റേഴ്സ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് സീറ്റ്സിൻ്റെ കാര്യം. ഇനി ഫോക്സ് വാഗനായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതുവരെ കാണിച്ചിട്ടില്ലെങ്കിലും പുറത്തുള്ള വണ്ടി ഇതും എക്സാക്ട്ലി സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഏകദേശം ഇരിക്കാൻ പോകുന്ന ഇതുപോലെ ആയിരിക്കും. ഫോക്സ് വാഗൻ്റെ ഇപ്പോഴത്തെ വാഹനങ്ങൾ നമ്മുടെ വെർട്ടസിലും ടൈഗോണിലൊക്കെ ഉള്ള സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. 6 സ്പെസിഫിക് സ്റ്റിയറിംഗ് വീലൊന്നും അവർ ഇതിനകത്ത് അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നത് 10.3 ഇഞ്ചാണ്. ഇത്രയും കാലം നമുക്കിവിടെ 10.25 ഇഞ്ച് വരെയുള്ള മാക്സിമം സൈസാണ് അവർ തന്നുകൊണ്ടിരുന്നത്. 10.3 എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവരുടെ പുതിയ UI ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറയാം. നമ്മുടെ സാധാരണ വാഹനങ്ങൾ ഇപ്പോൾ വെർട്ടിസ് ടൈഗോണൊക്കെ ആണെങ്കിൽ അതിനകത്ത് 8 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് അവർ തരാറുള്ളത്. പിന്നെ അതിൻ്റെ ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കാനാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രീനിൻ്റെ ഒക്കെ നടുവിലത്ത് ആ ഒരു പോർഷൻ ഒരു ഗ്ലോസി ബ്ലാക്ക് മെറ്റീരിയലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സെൻറ്റർ ഫിനിഷാണ് എന്ന് പറയാം. സാധാരണ ഫോക്സ് വാഗൻ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കൊടുക്കാത്തതാണ്. ആ AC വെൻസ് ആണെങ്കിൽ പോലും എൻഡിൽ കൊടുത്തിരിക്കുന്ന അത്യാവശ്യം ഒരു ഫാൻസി ആയിട്ടുള്ള ഡിസൈനാണ് എന്ന് നമുക്ക് പറയാം. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടംപോലെ അകത്ത് വരുന്നുണ്ട്. CB വണ്ടി ആയതുകൊണ്ട് ആ ഒരു പുറത്തെ വാഹനത്തിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ തീർച്ചയായും ഈ ഒരു വാഹനത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 30 കളേഴ്സ് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ഫീച്ചേഴ്സ് നോക്കാനാണെങ്കിൽ സൺറൂഫ് ഉണ്ട്. അതുപോലെ നമുക്ക് ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, പാസഞ്ചർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അങ്ങനെ പറയേണ്ട ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. 6 ലൈൻ ആണെന്ന് പറഞ്ഞാലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ഇൻറ്റീരിയറിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല. കാരണം മെയിനായിട്ടുള്ളൊരു കോസ്മെറ്റിക് ബിറ്റ്സ് ആണ് അവർ ഈ ഒരു വേരിയൻറ്റിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈ വാഹനം നമുക്ക് 6 ലൈൻ ആയിട്ട് പോലും ഇപ്പോൾ ഗോൾഫ് വരുന്നുണ്ട്. മാർക്ക് 8.5 ഗോൾഫാണ് ഇനി ഇവിടെ CB ആയിട്ട് വരാൻ പോകുന്നത്. ആ വാഹനം പക്ഷേ നമ്മുടെ GTA ഫോർമാറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ 265 bhp 370 Nm ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടി 6 ലൈൻ ആണെങ്കിലും ഇത് നോർമൽ പവർ തന്നെ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. 2 ലിറ്റർ TSI ആണ് വരുന്നത്, 4 സിലിണ്ടർ ആണ്. പക്ഷേ 204 PS പവറും അതുപോലെ 320 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് 0 to 100 ഏകദേശം 7.1 സെക്കൻഡ്സ് ആണ് ഇത് എടുക്കുന്നത്. 229 km/h ആണ് ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഗോൾഫ് GTA 5.9 സെക്കൻഡ്സ് എടുക്കുന്നുള്ളൂ. പക്ഷേ അത് പിന്നെ ആ വാഹനം അതിന് വേണ്ടി തന്നെയാണ് അവർ ഇറക്കുന്നത്, വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനം എന്നുള്ള രീതിയിൽ. എന്തായാലും ആദ്യം വരാൻ പോകുന്ന ഈ ടിഗ്വാൻ 6 ലൈൻ തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഏപ്രിൽ 14 വരാൻ പോകുന്നത്. മറ്റേ വണ്ടി സെക്കൻഡ് ഹാഫിലായിരിക്കും വരുന്നത് 2025. ഈ വണ്ടിയുടെ ബാക്കി സ്പെക്ക് ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ തന്നെ. ഇനി അതല്ലാതെ നോക്കാനാണെങ്കിൽ 4 മോഷനാണ് ഈ വാഹനത്തിൽ അവർ കൊടുത്തിരിക്കുന്നത്. അത് ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് ഉണ്ട്. പണ്ട് മുതൽ ഇവിടെ വന്നിരുന്ന ടിഗ്വാൻ എല്ലാം തന്നെ 4 മോഷനിലായിരുന്നു, അല്ലാതെ ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയൊന്നും അവർ ഇറക്കിയിട്ടില്ല. പിന്നെയും ഈ പ്ലാറ്റ്ഫോമിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിട്ട് വന്നിരിക്കുന്ന ഒക്ടാവിയയും സൂപ്പർബും ഒക്കെയാണ്. പക്ഷേ അതൊക്കെ ഇപ്പം സാഡ്ലി നമുക്ക് അവൈലബിളും അല്ല. ഒക്ടാവിയയുടെയും RS245 സ്കോഡ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് വെയിറ്റ് ചെയ്യാതിരിക്കാം. സൂപ്പർബിലാണ് ഇനിയിപ്പം ഫോക്സ് വാഗൻ്റെ 2 ലിറ്റർ TDI വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് പറയുന്നത്. ഈ വാഹനങ്ങളിലൊക്കെ വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലെന്തായാലും ടിഗ്വാൻ 6 ലൈനിലും GTIയിലൊന്നും എന്തായാലും വരാൻ പോകുന്നില്ല. അതിന് പകരം ഫോക്സ് വാഗൻ്റെ റേഞ്ചിൽ വരാൻ ചാൻസ് ഉള്ളത് ടൈറോൺ എന്ന് പറഞ്ഞൊരു SUV അവർ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ വാഹനത്തിൽ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു അതായത് ഡീസൽ എഞ്ചിൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് ടിഗ്വാൻ്റെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ ഒരു 7 സീറ്റർ വേർഷൻ അവരൊരു പുതിയ വാഹനമായിട്ട് ഇൻ്റർനാഷണലി ഇറക്കിയതാണ്. അത് ഇന്ത്യയിലേക്ക് വരുമെന്നുള്ളതും ഫോക്സ് വാഗൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാൻഡേർഡ് 5 സീറ്റർ ടിഗ്വാൻ അവൈലബിൾ ആയിരിക്കില്ല, അതിന് വരും 6 ലൈൻ ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ടൈറോണും ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഈ വണ്ടി നമുക്ക് 6 കളർ ഓപ്ഷൻസിലാണ് കിട്ടാൻ പോകുന്നത്. ആ 6 കളേഴ്സ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ വണ്ടി ഇന്ത്യയിലേക്ക് വരുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. അതുപോലെ എക്സ്പെക്റ്റഡ് പ്രൈസ് ഏകദേശം 50 to 60 ലാക്സിനടുത്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.